ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന 7th സ്റ്റാൻഡേർഡിൻ്റെ ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ വൈകിപ്പിക്കാതെ തന്നെ ഫോറിൻ ലാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെയുള്ള സ്ഥലം, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ അർത്ഥം. ഫോറിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിദേശം അല്ലെങ്കിൽ വിദൂര എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ഈ ഒരു കവിതയിൽ പറയുന്നത് ദൂരെയുള്ള എന്നുള്ള ഒരു അർത്ഥമാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ ചെറിയൊരു ആമുഖം നോക്കാം. അതായത് ഒരു കുട്ടിയുടെ ഭാവനയാണ് ഇവിടെ പറയുന്നത്. ഒരു കുട്ടി മരത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളെ പറ്റിയാണ് ഇതിൽ വിവരിക്കുന്നത്. നമ്മൾ വലിയവർക്ക് ചിലപ്പോൾ അത് എന്തായിരിക്കും, വളരെ സിമ്പിളായിട്ടുള്ള വളരെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ആ കുഞ്ഞു മനസ്സിലത് ഉണ്ടാക്കുന്ന അത്ഭുതം വളരെ ഏറെയാണ്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് പോയിറ്റിനെ പറ്റിയിട്ട് പഠിക്കാം. അതായത് എഴുത്തുകാരൻ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്നതാണ് നമ്മുടെ എഴുത്തുകാരുടെ പേര്. He was born on 1850 and died on 1894. 1850 ജനിക്കുകയും 1894 മരിക്കുകയും ചെയ്തു. നെക്സ്റ്റ്, he was a Scottish novelist, essayist, poet and travel writer. ഒരു എന്താണ് ട്രാവൽ റൈറ്റർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ എന്തായിരുന്നു പറയാൻ, യാത്രാ വിവരണം നാക്കിൻ്റെ തുമ്പത്ത് നിന്നിട്ട് പറഞ്ഞു. സോറി, പോയറ്റ് അതായത് എന്താണ് ഒരു കവിത എഴുത്തുകാരൻ, കവി, അതേപോലെ എസ്സേയിസ്റ്റ് എസ്സേകളൊക്കെ എഴുതുന്ന ഒരാൾ, നോവലിസ്റ്റോ നോവലുകൾ തയ്യാറാക്കുന്ന ഒരാൾ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജോലികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, he is best known for popular novels like Treasure Island. ISLAND എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലൻഡ് ആണ്, ഐസ്ലൻഡ് അല്ല. എസ് അവിടെ സൈലന്റ് ആണ്, ഇടുന്നതേ ഉള്ളൂ. ഓക്കെ, ഐലൻഡ്, സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെ എന്താണ്, ഓക്കെ, ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ്, അതേപോലെ തന്നെ കിഡ്നാപ്ഡ്, അങ്ങനെയുള്ള കുറച്ച് നോവൽസിനൊക്കെ ഇദ്ദേഹം പ്രശസ്തനാണ്. അതായത് ട്രഷർ ഐലൻഡ്, സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ്, കിഡ്നാപ്ഡ് എന്ന് പറയുന്ന നോവൽസ് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ കുറച്ച് നോവൽസ് ആണ്. ഹി ഓൾസോ പബ്ലിഷ്ഡ് 4 കളക്ഷൻസ് ഓഫ് പോംസ്. 4 പോംസ് കളക്ഷൻസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്, പെന്നി വിത്ത് ഐസ് എന്താണ് പെന്നി ബിസൽസ്, പിന്നീട് അണ്ടർവുഡ്സ് ആൻഡ് ബാലൻസ്. സോ അദ്ദേഹം പബ്ലിഷ് ചെയ്ത 4 കളക്ഷൻസ് ഓഫ് പോംസ് ആണ്. ഏതൊക്കെ? എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്, അതേപോലെ പെന്നി ബിസൽസ്, അണ്ടർവുഡ്സ് ആൻഡ് ബെല്ലാറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് കവിതയിലോട്ട് പോവാം. സോ നമുക്ക് ആദ്യത്തെ നോക്കാം. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ ഹൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ, ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ലുക്ക്ഡ് എബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ചെറി ട്രീയുടെ മുകളിലേക്ക് കയറും തോറും പിന്നും കയറാൻ തോന്നുന്നു. അതേപോലെ തന്നെ ചുറ്റും ഇങ്ങനെ അതിന്റെ മുകളിൽ നിന്ന് വീക്ഷിക്കുന്നു, അതായത് നിരീക്ഷിക്കുന്നു. അപ്പ് ഇൻ ടു ദ ചെറി ട്രീയുടെ മുകളിലേക്ക്. ഹൂ ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ എന്താണ്, ചെറിയ കുട്ടി, ഞാനല്ലാതെ വേറെ ആര് കയറും. ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് എന്താണ്, ഞാൻ ഒരു ചെറിയ ട്രീ ഇങ്ങനെ നമ്മളിങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ കൈ വെച്ചിട്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് കോന്നും പറഞ്ഞ് താഴെ വീഴും. അപ്പോൾ ഇങ്ങനെ അവളുടെ 2 കൈയും വെച്ച് ആ ചെറിയ ട്രീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ലുക്ക് ചെയ്തു, നോക്കി ആ ദൂരെയുള്ള പ്രദേശങ്ങളെ ഇങ്ങനെ വീക്ഷിച്ചു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ, അതായത് അടുത്ത വീട്ടിലെ ഗാർഡൻ ലൈ, പൂന്തോട്ടം ഞാൻ കണ്ടു. അഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ് എന്താണ്, പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബിഫോർ മൈ ഐ ആൻഡ് മൈ മെനി പ്ലസന്റ് പ്ലേസസ് മോർ എന്താണ്, ഞാൻ എന്താണ് പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. അതേപോലെ ഒരുപാട് പ്ലസന്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള സമാധാനം തരുന്ന പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസസ് ഞാൻ കണ്ടു. ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. ഇതാണ് ഇതിന്റെ അർത്ഥം. നെക്സ്റ്റ്, ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ് ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. എന്താണ്? ആകാശം ഒരു കണ്ണാടി പോലെ പ്രകൃതിയെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നു. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ഡസ്റ്റി മീൻസ് പൊടിയുള്ള റോഡുകൾ. അതേപോലെ തന്നെ വിത്ത് പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ. ടൗണിലെ ഡിംപ്ലിംഗ് ലൈൻ എന്ന് വെച്ചാൽ ഡിംപ്ലിംഗ് റിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഒഴുകുന്ന നദി, അതായത് ഫ്ലോയിങ് ഡൗൺ വേർഡ്സ്. ഓക്കെ, എന്താണ്? താഴേക്ക് ഒഴുകുന്ന നദി, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്താണ് കണ്ണാടി പോലുള്ള നീലാകാശം, അതേപോലെ പൊടിയുള്ള റോഡുകൾ, പിന്നെ ആളുകൾ കാൽനടയായിട്ട് എന്താണ് ടൗണിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ബാക്കി 2 പാരഗ്രാഫ് നമുക്ക് നാളെ പഠിക്കാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.